അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡിൻ്റെ ഫൈനൽ വീഡിയോ ആണിത്. നമുക്ക് രണ്ട് ഫോഴ്സും കൂടെ നോക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കോമൺലി എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. അപ്പോൾ അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം നമ്മൾ ഒരു ആറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ ആറ്റത്തിൻ്റെ സെൻറ്ററിലൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിനെ ഓർബിറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് നമുക്ക് കുറച്ച് ന്യൂട്രോൺസ് ഉണ്ടാവും, അത് ന്യൂട്രലി ചാർജ്ഡ് ആണ്. കുറച്ച് പ്രോട്ടോൺസ് ഉണ്ടാവും, പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനകത്ത് പറഞ്ഞു ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ന്യൂട്രോണിൻ്റെ കേസ് ഓക്കെ, അതിന് ചാർജ് ഇല്ല. പക്ഷേ ഈ പ്രോട്ടോൺസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയാണ് അത് റിപ്പൽ ചെയ്യണ്ടേ, പക്ഷേ റിപ്പൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ ബൈൻഡ് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാസ് ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അല്ലല്ലോ. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ വളരെ വീക്കാണ്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ആണ് ഇതിനെ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ 10⁻36 ടൈംസ് സ്ട്രോങ് ആയതുകൊണ്ട് ഈ റിപ്പൽഷൻ ആയിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ രണ്ട് ഫോഴ്സ് അല്ല ആക്ട് ചെയ്യുന്നത്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവിടെ ചാർജിന് ഒരു പ്രസക്തിയില്ല. ഇപ്പം പ്രോട്ടോണും തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവും, ന്യൂട്രോണും തമ്മിലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവും. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിലും മ്യൂച്വലായിട്ടുണ്ടാവും ഫോഴ്സ്, അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അവിടെ ആ ചാർജിന് അവിടെ ഒരു പ്രസക്തിയില്ല. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ച് വളരെ സ്മോളാണ്. അതായത് 10⁻⁻15 മീറ്റർ. അപ്പം അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസോളം ആ ഒരു ചാർജിന് ആ റേഞ്ച് ഉണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ 10⁻⁻15 മീറ്റർ അത്രയും സ്മോൾ റേഞ്ചിലെ ഈ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. ആ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ മേലെ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഇത്രയും സ്മോൾ ഗ്യാപ്പിനുള്ളിൽ നിൽക്കുന്ന ഈ പ്രോട്ടോൺ തമ്മിലും ന്യൂട്രോൺ തമ്മിലും പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ തമ്മിലും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കാരണം ഈ പ്രോട്ടോൺസ് ഒക്കെ തമ്മിൽ റിപ്പൽ ചെയ്തു പോകും. അപ്പോൾ ആ ന്യൂക്ലിയർ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല, അത് ഡീകേ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ആ ന്യൂക്ലിയർ എക്സിസ്റ്റ് ചെയ്യുന്നതും അവിടെ ഒരു ആറ്റം അതിന് ചുറ്റും ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്നതും ഒരു ആറ്റം അങ്ങനെ മാറ്റർ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായത്. പിന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ ഗ്രാവിറ്റി വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് കൂടുതലാണ്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ 100 ടൈംസ് സ്ട്രോങ്ങറാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫൈനൽ 4th ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കഴിഞ്ഞു. അപ്പം 4th എന്ന് പറഞ്ഞാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചില പെർട്ടിക്കുലർ ന്യൂക്ലിയർ പ്രോസസ്സിനകത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ ബീറ്റ ഡീകേ ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയാം. അതായത് ന്യൂക്ലിയസ് ഡീകേ ചെയ്യാണ്. നമ്മൾ ബാക്കിയുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 2 മാസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് വെക്കാൻ ഒക്കെ ഉള്ള ഫോഴ്സാണ്. പക്ഷേ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഡീകേ ചെയ്യാണ്. അതായത് അതിനകത്ത് നിന്ന് സംതിങ് എമിറ്റ് ചെയ്തിട്ട് അത് വേറൊരു ഫോമിലേക്കൊക്കെ മാറുകയാണ്. അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് ഡീകേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊരു ഇലക്ട്രോണും
ഒരു അൺചാർജ് പാർട്ടിക്കിൾ ന്യൂട്രിനോ എന്ന് പറഞ്ഞ പാർട്ടിക്കിളും എമിറ്റ് ചെയ്യും. അങ്ങനെ ആ സാധനം ഡീക്കേ ആണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് പറയുകയാണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ബീറ്റ ഡീക്കേ എന്ന് പറയാം. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ്, റേഡിയോ ആക്ടിവിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ സണ്ണിനകത്ത് നടക്കുന്ന റിയാക്ഷൻ ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ. അതെല്ലാം ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആ കാരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലും ഇതിൻ്റെയും റേഞ്ച് വളരെ ചെറുതാണ്. അതായത് ഇപ്പം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് ഞാൻ പറഞ്ഞു 10⁻⁻15 മീറ്ററാണ് അതിൻ്റെ റേഞ്ച്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻⁻16 മീറ്റർ റേഞ്ചിലാണ് വരുന്നത്. അതായത് വളരെ സ്മോൾ ഡിസ്റ്റൻസിലാണ് ഈ ഫോഴ്സസിൻ്റെ ആ റേഞ്ച് വരുന്നുള്ളൂ. പക്ഷേ ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, നിങ്ങൾ ഈ വീക്ക് എന്ന് കേൾക്കുമ്പം ഒരിക്കലും വിചാരിക്കരുത് ഇതാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്നുള്ളത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് നോക്കുമ്പം അതിനേക്കാൾ സ്ട്രോങ്ങറാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പക്ഷേ നമ്മൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വെച്ച് നോക്കുമ്പം അതിനേക്കാൾ വീക്കറായിട്ട് വരും ഈ നാലാമത്തെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഏറ്റവും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. ഒരിക്കലും ഈ വീക്ക് കണ്ടിട്ട് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുമ്പം ഈ ഫോഴ്സ് എഴുതി വെക്കുക, അത് അങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോകരുത്. നമ്മൾ പെട്ടെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ വീക്ക് ഇവിടെ കാണുമ്പോൾ അതായിരിക്കും നമ്മൾ വിചാരിക്കും, പക്ഷേ ഒരിക്കലല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതിനകത്ത് ബേസ് ചെയ്തിട്ട് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു ഇത് നോക്കി വെച്ചാൽ മതി. അതായത് ആ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൻ്റെ ആ ഒരു ഓർഡർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, അതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ദി ഫണ്ടമെൻ്റൽ ഫോഴ്സ്. സെക്കൻഡ് വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അത് കഴിഞ്ഞിട്ട് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരും. ആൻഡ് ഏറ്റവും സ്മോളസ്റ്റ് ആണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും വീക്കസ്റ്റ് ഗ്രാവിറ്റേഷണലും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ അത് കഴിഞ്ഞ് ഇലക്ട്രോ മാഗ്നറ്റ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 3 ഫോഴ്സ് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ദിസ്. നമ്മൾക്ക് ഇപ്പോൾ നോർമലി അറിയാം സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പക്ഷെ നിങ്ങളുടെ ഓപ്ഷനിൽ ഈ 3 തന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക്കും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും. അപ്പം സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആ ഓപ്ഷനിൽ എന്ന് പറയുമ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ് ആണ്. അതായത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതാണ് ക്വസ്റ്റ്യൻ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. അപ്പം ആൻസർ എന്ന് പറയുമ്പോൾ ട്രൂ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ മാർച്ച് 2019, അതായത് 2019 ചോദിച്ചൊരു ചോദ്യമാണിത്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് വെയർസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ്. ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺ ഈസ്. അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും അതേപോലെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള സ്ട്രെങ്ത്തിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10⁻36 ടൈംസ് ആണ് ആ സ്ട്രെങ്ത്. ഗ്രാവിറ്റേഷണലിനേക്കാൾ 10⁻36 ടൈംസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പവർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്ഷൻ സി 10⁻36 എന്നുള്ളത് കാണാം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പിക്ക് ദി ഓഡ് വൺ ഔട്ട് ആണ്. അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്, തേർഡ് വിസ്കസ് ഫോഴ്സ്, ഫോർത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ്. അതിനകത്ത് വിസ്കസ് ഫോഴ്സ് ആണ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ലാത്തത്. നമുക്ക് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഉണ്ട്. ആ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ 3 എണ്ണം ആ ഓപ്ഷനിലുണ്ട്. 4ാമത് വന്നിരിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ല. അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ സി വിസ്കസ് ഫോഴ്സ് ആണ് അതിനകത്ത് ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഇപ്പോൾ വിച്ച് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ബൈൻഡ്സ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ എ ന്യൂക്ലിയസ് എന്നുള്ളത് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് നമ്മൾ ന്യൂക്ലിയസ് സ്റ്റേബിളായി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ
ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അതിനകത്തുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്റ്റ് ഇൻ ദ യൂണിവേഴ്സ്. നമ്മൾ ഓപ്ഷൻ നോക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് എല്ലാ മെറ്റീരിയൽ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഓപ്ഷൻ ഡി നോക്കിയാൽ തന്നെ അറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദി വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എമംഗ് ദി ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്നൊരു ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാം ഡെഫിനേഷൻ തന്നെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ആ ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം അതാണ് അതിനകത്ത് റോങ് ആൻസർ എന്നുള്ളത്. പിന്നെ 2015 2013 റിപ്പീറ്റായിട്ട് വന്ന ക്വസ്റ്റ്യനാണ് ഈ 4 ഓപ്ഷൻ തന്നിട്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആൻസർ. അത് ഒരുപാട് തവണ റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വീക്കസ്റ്റ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക, കാരണം അത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അതേപോലെ ന്യൂട്രോൺ പ്രോട്ടോൺ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഈ 4 ഫോഴ്സും അതിൻ്റെ ഓർഡർ അത് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അവിടുന്ന് സാധാരണ ചോദ്യം വരാറുള്ളൂ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ സജഷൻസ് എല്ലാം അറിയണം. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണോ എന്നുള്ളത് നിങ്ങളുടെ സജഷൻസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ക്വാളിറ്റിയുടെ ബേസിലോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവാത്ത പ്രശ്നം അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലാണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ ഡയറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാ ചാനൽ ലിങ്ക് താഴെ ഇടുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പറയാം. പിന്നെ ഏതെങ്കിലും പോർഷൻ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും എടുത്തു തരാൻ വേണമെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ബൈ.